അച്ഛാ അച്ഛാ ഞാനും വരണ്ട അച്ഛൻ്റെ ഒപ്പം തെയ്യത്തിന്. അമ്മ അച്ഛനോട് പറ ഞാനും വരട്ടെ എന്ന്. ഒന്ന് പറ അമ്മ. ഓളും ഇങ്ങടപ്പുറം പോരട്ടെ. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവ് വേണ്ട. സിദ്ധാർത്ഥ്, നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. ഏയ് ഇല്ല, ഞാനൊരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അതുപോരെ? ഓക്കെ എങ്കിൽ ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ബൈ. സിദ്ധാർത്ഥ് അല്ലേ? ഓക്കെ, എന്തു പറ്റി സിദ്ധാർത്ഥ്, പറയൂ. ഡോക്ടർ, ഞാൻ പനമ്പള്ളി നഗറിലാണ് താമസം. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ജോലി അന്വേഷിച്ച് വന്നതാണ്. ശരിക്കും എൻ്റെ നാട് കൊല്ലമാണ്. കൊല്ലം അല്ലേ? അതെ, ഞങ്ങൾ വന്നിട്ട് ഏകദേശം 6 മാസത്തിന് മുകളിലായി. ഇതുവരെ ഞങ്ങൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അതാണോ സിദ്ധാർത്ഥ് പ്രശ്നം? അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. ശരിക്കും അതല്ല ഡോക്ടർ പ്രശ്നം. ഞാനിവിടെ വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ വളരെ ചെറുപ്പകാലം തൊട്ടേ നന്നായിട്ട് അടുത്തറിയാവുന്ന ആൾക്കാരാണ്. ഫാമിലി പരമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് അടുത്തറിയാം. പക്ഷേ ഈ ഇടയായിട്ട് അവൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തൊക്കെയോ വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നി തുടങ്ങി. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പുറത്തു പോയിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ നീ എന്താ ചെയ്യുന്നേ? നീ എത്തിയോ? നീ പോയി കുളിച്ചിട്ടോ? ഫുഡ് എടുത്ത് വയ്ക്കാം. അതൊന്നും ഒരു പ്രോബ്ലമായിട്ട് കാണാൻ പറ്റില്ല സിദ്ധാർത്ഥ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മകളിൽ ഫോക്കസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ പുലർത്താൻ പറ്റാതിരിക്കുകയോ ചെയ്യാം. ഇറ്റ്സ് എ കണ്ടീഷൻ. അത് മാത്രമല്ല ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ കിടക്കാൻ പോകുന്ന സമയത്ത് അവൻ കാതര വിലോചനേ കാതരയാകുവ കാതര വിലോചനേ കാതര ഇയാളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയാമോ? ഇല്ല ഡോക്ടർ, അങ്ങനെ എൻ്റെ അറിവിൽ ഫാമിലിയിൽ ആർക്കും പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു സൈക്കോസിസിൻ്റെ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സ് അയാളുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഇക്വിലിബ്രിയം തെറ്റുന്നൊരവസ്ഥ. ഇതൊരു 2-3 കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, ശരിക്കും എന്നെ പേടിപ്പിച്ചത് അതല്ല. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് നീ എന്താ ഇവിടെ ഇരിക്കുന്നെ? അഗ്നിപ്രവേശനം ചെയ്യണം. കാലഹരണം ചെയ്യപ്പെട്ട പരദേവതകളെ പ്രീതിപ്പെടുത്തണം. ചാത്തനും മറുതയും നീലിയും പോലെ എന്നെയും വായിക്കണം. നീ എന്തൊക്കെ പിച്ചും പെയ്യ പറയുന്നേ? അതുകൊണ്ട് ഡോക്ടർ ഒന്ന് വരണം. ഞാൻ വരാൻ സിദ്ധാർത്ഥ്, ധൈര്യമായിട്ട് പോയിക്കോളൂ.
എന്തെങ്കിലും അൺയൂഷ്വലായി തോന്നുകയാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, അത് സിദ്ധാർത്ഥല്ല. അത് വെള്ളാട്ടുമുക്തി. അത് വെള്ളാട്ടുമുക്തിയാണ്. അതൊന്നും ഒരു പ്രോബ്ലമായിട്ട് കാണാൻ പറ്റില്ല സിദ്ധാർത്ഥ്. എടാ നീ എന്തേ കാണിക്കണേ? നീ വന്നോ, ഡ്രസ്സ് മാറിട്ടോ, ഫുഡ് എടുത്ത് വെക്കാം. ഹിന്ദു സമാന മാനനം തന്നിൽ നിന്ന ഹിന്ദു സമാന. എടാ നീ എന്താ എവിടെക്കണേ? അഗ്നിപ്രവേശം ചെയ്യണം. നിന്ന കാലഹരണം ചെയ്യപ്പെട്ട പരേതാത്മാക്കളെ പ്രീതിപ്പെടുത്തണം. ചാത്തനും മറുതയും നീലിയും പോലെ എന്നെയും വാഴ്ത്തപ്പെടുത്തണം. നീ ഇത് എന്തുകൊണ്ട് പിച്ചുമ്പേ പറയണേ? നിന്നെ പോലുള്ള മനുഷ്യന്മാർക്ക് അത് തോന്നും. നീ വെള്ളോട്ടുമലയിലെ ചാത്തസേവ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കള്ളും വെറ്റിലും വെച്ച് വിളിച്ചാൽ വരും, ചാത്തന്മാര് വരും. ഇനി ഞാനും വരും. കള്ളും വെറ്റിലേയും പാക്കും ചോരേ ഒന്നും വേണ്ട, വിളിച്ച വിളിപ്പുറത്തെത്തും. ദൈവങ്ങളെപ്പോലെ ഞാനും വാഴ്ത്തപ്പെടും. അരിയും എള്ളും പൂവും വെച്ച് എന്നെ ആരാധിക്കും. ശരിക്കും ശരിക്കും നീ ആരാ? ദൈവത്തിൻ്റെ വാമൊഴി രൂപമാണ് ഞാൻ. അമ്മയാണ്, മുത്തിയാണ്, വെള്ളോട്ട് മുത്തി.
സമ്മാനമൊക്കെ മേടിച്ച് വലുതാപ്പോ എന്റെ കുട്ടിക്ക് ആരാധന മോഹം. എനിക്ക് അച്ഛനെ പോലെ പൊട്ടന്തയായാ മതി.